ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡീ4 വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ കലാചാരൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ഡേ ആണ് അല്ലേ അമ്മ? അപ്പോൾ നമ്മൾ അന്ന് അലക്കിട്ട സോക്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ കോലം കണ്ട് ആരും പേടിക്കണ്ട അല്ലേ അമ്മ? അതെ അതെ. ഞങ്ങളിനി ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് ചെയ്ത് വന്നിട്ട് വേണം നമുക്കൊന്ന് ഫ്രഷ് ആവാൻ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 9 മണിയാകുമ്പോൾ നമുക്ക് റെഡിയായി നിൽക്കണം. എന്തിന്? പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറങ്ങിയോ ചോദിച്ചാൽ ഞങ്ങൾ ഓരോ സമയമൊക്കെ പറഞ്ഞ് ജുവാന കുറച്ച് കഴിയുമ്പോഴേക്ക് എഴുന്നേക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളൊരു വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒരു സമയമായി. ഞങ്ങൾ എൻ്റെ കൂടി ഈ കട്ടിലാണ് കിടന്നത്. പിന്നെ അമ്മേനെ ഉരുട്ടിയിട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കിടന്നു. അയ്യോ അയ്യോ, നല്ല രസമായിരുന്നു എൻ്റെ ഗൈസ്, ഒന്നും പറയണ്ട. അപ്പം ഇടയ്ക്ക് എന്തൊക്കെയോ സ്വപ്നമൊക്കെ കണ്ടു. ചെറുതായിട്ടൊന്ന് ഉറങ്ങി, ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റു. അങ്ങനെയൊക്കെ ബാഹ്യത്തിന് ദാഹിച്ചൊന്നുമില്ല കേട്ടോ, ബാഹ്യത്തിന്. അപ്പം നമ്മളിനി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ അമ്മ? അപ്പം ഞങ്ങളിന്ന് ഓടിപ്പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾ റെഡിയല്ല? ഞാൻ റെഡിയാണോ? ഗായ്സ്, അങ്ങനെ ഞങ്ങളിത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടല്ലേ അമ്മ? മുടി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കണം. കാരണം നമ്മളൊരു ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തല്ലിപ്പടിച്ച് റെഡിയായതാണ് കേട്ടോ. മുടി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇതുപോലെ ഉണ്ടല്ലേ? വാട്സ് ദാറ്റ് ബ്രദർ? കുഴപ്പമില്ല, നേരിട്ട് കാണാനാ എന്നെയല്ല നമ്മളെ കൂടുതൽ രസം. ക്യാമറയിലൊന്നും അത് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ശക്തിയില്ല ക്യാമറയ്ക്ക് പോലും. ഞാൻ പറഞ്ഞ സത്യം, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മളെ പുറത്തേക്കുള്ള കാഴ്ച നല്ല രസമല്ലേ കാണാൻ? ഗൈസ്, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അല്ലേ അല്ലേ മമ്മ? നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ക്യാമറയിലൊരു ഒരു ഒരു രസമില്ല, പക്ഷെ നേരിട്ട് കാണാനാണ് ഏറ്റവും രസം. ഗൈസ്, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവാണ്. മുടിയൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ പോവാമേ. അതെ, ഫാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ എല്ലാവരും പോയി, ഇനി നമ്മൾ മാത്രം പോകണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സെറ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ റൂമല്ല കേട്ടോ, ഇത് വേറെ. നമ്മളിങ്ങനെ കയറി നിന്നപ്പോൾ ഹാളിൽ കുറച്ച് പേര് വേറെ എന്തോ ക്ലാസ് എങ്ങാണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ റൂമാണിത്. ഇതാ, ദിസ് വൺ ഈസ് അവർ ഹോം, അവർ റൂം, അങ്ങനെ എന്തെങ്കിലും പറയാം. നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാട്ടോ. അതുകൊണ്ട് എൻ്റെ ആനയൊക്കെ പറഞ്ഞു വരുന്നു. സ്പ്രേ അടിച്ചോ? ഇല്ല. അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്ക് മുടി ഭയങ്കരമായിട്ട് നീണ്ടില്ലേ. അപ്പം നമ്മൾ നടന്ന് പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഗൈസ്, ഇതേവരൊക്കെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിനി കൈ കഴുകേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി കൈ കഴുകാം. മഞ്ഞ് പോയിട്ടില്ല അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞത്ത് ഇത്ര നേരമായിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കൈ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം. കുറേ ഐറ്റംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വായിക്ക് വിശപ്പില്ല, പക്ഷെ എൻ്റെ വയറിന് വിശപ്പുണ്ട്. എപ്പോഴും എനിക്ക് ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. അമ്മ എടുത്താൽ മതി കേട്ടോ. അമ്മ എടുത്താൽ മതി. സോറി പോസ് ഇട്ടായിരുന്നു. ഞാൻ എന്താ സംഭവം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ രാവിലെ ആരും കഞ്ഞിയാണ്. അപ്പം നമ്മൾ കഞ്ഞിയല്ലല്ലോ, നമുക്ക് കഞ്ഞി വേണ്ട സമയത്ത് മാത്രം മതി കഞ്ഞില്ലേ. നമ്മൾ ഉപ്പുമാവ് എടുക്കാൻ പോവാം. ഇത് തവിയൊന്നുമില്ലേ? എവിടെ തവി? ഫുഡ് കഴിക്കാനുള്ള ബഹളമാണ് നമ്മൾ. അമ്മ ഇച്ചിരി എടുത്താൽ മതി കേട്ടോ. എനിക്ക് അധികം വേണ്ടേ. അധികം വേണ്ടാന്ന് പറഞ്ഞാൽ അധികം വേണ്ട കേട്ടോ. തുള്ളി മതിയേ. അത് മതി.
വേണ്ട, എനിക്ക് വേണ്ട, പക്ഷെ മമ്മയ്ക്ക് വേണം. അയ്യോ ക്യാമറ ബ്ലറാണ് ഗൈസ്. ഞാൻ ഒരിക്കലും നോക്കാത്തൊരു കാര്യമാണ് ക്യാമറ ബ്ലറാണോ ബ്ലറല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കില്ല. നോക്ക് ഇപ്പോഴാണ് ക്ലാരിറ്റി വന്നത്. മതിയില്ലേ? ഇതേ പഴമുണ്ട്. ഈ 2 മതിയോ? ഓക്കെ, 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അവിടെ ഇരിക്കാം, അവിടെ തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ അടുത്തുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥലത്താണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അമ്മേ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്കുണ്ട്, ഗ്രാമമുണ്ട്. അമ്മ ജില്ലയിൽ ഞാൻ ബ്ലോക്കിലിരുന്നോളാം. ആ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അയ്യോ ഇവിടെ വെള്ളമുണ്ട് മമ്മേ, ഇവിടെ വെള്ളമുണ്ട്. എനിക്ക് ബ്ലോക്കിലിരിക്കാൻ പറ്റില്ല. എനിക്ക് ഞാനും ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമോ? കാരണം ബ്ലോക്ക് പഞ്ചായത്ത് നിറച്ച് വെള്ളത്തിലിരിക്കാൻ കഴിയില്ല. അപ്പം വിശക്കുന്നുണ്ട്. പയം ഉപ്പുമാവും പായ ഉപ്പുമാവുമാണ് നമ്മൾ കഴിക്കാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഉപ്പുമാവ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. എനിക്ക് റവേൻ്റെ ഉപ്പുമാവാണ് ഇഷ്ടം. ഇത് നമ്മുടെ മറ്റേതല്ലേ, ഞുറുക്ക് ഗോതമ്പല്ലേ, അതിൻ്റെയാണ്. ഇതിലൂടെ ക്യാരറ്റ് വന്നിട്ടുണ്ട്. മേമി ഉണ്ടാക്കുന്ന ഉപ്പുമാവിന് പച്ച കളർ റെഡ് കളറൊക്കെ ഉണ്ടാവും. രസമുണ്ട്. ഇത്ര എടുക്കണ്ടായിരുന്നു, ഞാൻ ഇത്ര കഴിക്കില്ല കേട്ടോ. പഴം ഇച്ചിരി കൂട്ട് ചോര ഇരിക്കുന്നതാണ്. ഇച്ചിരി പഴം തരും. അവിടെ പോലും എന്നെ എല്ലാവരും വിളിക്കുന്ന കുഞ്ഞാഴ്ച. കാരണം നമ്മളിപ്പോൾ ഒരു ഒക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാവാറ്റിയും അമ്മയും പൈങ്കുളിയും ആരെങ്കിലും നിന്നിട്ട് പങ്കനാണെങ്കിൽ കുഞ്ഞാച്ചിന്ന് വിളിക്കും. അമ്മയും ബാവാറ്റിയാണെങ്കിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും വിളിക്കും കുഞ്ഞാറ്റി എന്ന് ഉറക്കെ വിളിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാക്കും ഞാൻ കുഞ്ഞാറ്റിയാണ് അല്ലേ. അപ്പം ഇനി ഇന്നത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല അല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് പ്രാക്ടീസ് ഓൺലൈൻ നടക്കുന്നതാണ്. അപ്പം ചായ വലിയ അറിയില്ല. മുടി ഇങ്ങനെ നിൽക്കുന്നത് കഴിച്ചിട്ടൊന്നും കൂടെ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ കാഴ്ച എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കുന്നു അല്ലേ. ഞങ്ങൾ മോശമായിട്ട് കഴിക്കാം കേട്ടോ. ഗൈസ് നമുക്കിനി അമ്മേൻ്റെ തീറ്റ ഒന്ന് കാണാം. ഗൈസ് നമ്മളെ പോലെ തവിയിലാണ് ചായ എടുക്കുന്നത് അല്ലേ. അതെ, ബാബാറ്റിൻ്റെ പോളിസിയാണ്. നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ തമിഴ്നാട് പോയപ്പോൾ. അതെ, അതേപോലെ തന്നെ എടുക്കട്ടെ. നമുക്ക് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്ന നമ്മുടെ സ്വന്തം രാജി ചേച്ചിയാണ് ഗൈസ്. ചേച്ചീൻ്റെ വകയാണ് നമ്മുടെ ഉപ്മാവൊക്കെ. അതെ, മോശമുണ്ട്. ചായ കുടിക്കുന്നുണ്ട്. ഉപ്മാവ് സൂപ്പർ. ഉപ്മാവ് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് അമ്മ വീട്ടിലുണ്ടാക്കിയത് ഞാൻ തൊടില്ല ഗൈസ്. അമ്മച്ചിക്കാണ് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ഇഷ്ടമല്ല അല്ലേ അമ്മേ. ഞങ്ങൾ ഉപ്മാവിനോട് വിരോധികളാണ്. പക്ഷേ റവ ഉപ്മാവ് ഇഷ്ടമാണ്. അത് നല്ല ചൂടോടെ. എനിക്ക് മധുരമൊന്നും ഇട്ടല്ല, വെറുതെ കഴിക്കാൻ. നിങ്ങൾക്ക് ഉപ്മാവ് കഴിക്കാൻ എങ്ങനെ ഇഷ്ടം നിങ്ങൾ പറയാൻ മറക്കാം. ഉപ്മാവ് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ റവ ഉപ്മാവ് എന്താ കറിവേപ്പിലാണ്, അകത്ത് മുളകാണ്. അപ്പോൾ ജുവാനബിൾ റോസ് കഴിക്കുന്നത് നമുക്ക് ശരിക്കും കാണാം ഗൈസ്. പഴം എടുത്ത് ഉടച്ചിട്ടുണ്ട്. ഇനി അടുത്ത അമ്മ വയ്ക്കാൻ പോകുമ്പോൾ നമുക്കാണ് ചുണ്ടിലൊക്കെ ഇരിക്കുന്നത്. ആ അത് തന്നെ. ഇനി അത് വായിലേക്കിട്. ഇനിയും എടുക്കട്ടെ. ഇനിയും
നീ എടുക്കട്ടെ, അമ്മ പറ. അമ്മ തിന്നോ? ഹലോ, ഞാൻ തിന്നുന്ന എടുക്കാതിരിക്കുന്ന ആളാണ്. അമ്മയ്ക്ക് ക്രിഞ്ചാവുന്നുണ്ട്. എനിക്ക് ആ പഴത്തിൻ്റെ ഒരു പകുതി ഒരു കടി തരുമോ? അതെന്താ കരിയായത്? അതെന്താ അവിടെ പറ്റിയത്? അതെന്താ പറ്റിയ മമ്മ പഴത്തിന്? പഴത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തൊണ്ട് കട്ടി കട്ടി പോലെ ഉണ്ടല്ലേ? ചായ മറിക്കും. ഇതാ ഒരു മതി. ഞാൻ മമ്മേൻ്റെ ഫുഡ് കഴിക്കൽ ഇപ്പോൾ കഴിയും. ഒന്ന് വേഗം ചായ കുടിയിടാം. ഹൈസ്, അപ്പം ഞങ്ങളിതേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അമ്മ വാ, കണ്ടോ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ നിങ്ങളെ ഇന്നൊരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ ഈ മരം? ഇതിൻ്റെ പേരെന്താ? നാഗമരം എന്നങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെയല്ല, കുറച്ചും കൂടി. അയ്യോ, ഈ മരത്തിലാണ് ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? ഉണ്ടായി നിൽക്കുന്നതെന്ന് പറയാൻ നമുക്ക് തോന്നുന്നില്ല. ഇതാ മറ്റേ ജ്യൂസ് അടിച്ചു കുടിക്കുന്ന ഒരു സാധനമല്ലേ അമ്മ? എന്നാ അല്ല, അയ്യോ അതാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ അമ്മ? ഇത് വീഡിയോ എടുത്ത അമ്മ എനിക്ക് ഇത് നോക്കാം ഗൈസ്. ഇതുണ്ടോ? ഒരു പച്ചമണം നോക്ക്. അയ്യോ ഒരു കൂണിന്റെ പോലത്തെ മണം. ഇതൊക്കെ ആ മരത്തിന്റെ ആ റോസപ്പൂ പോലെ അല്ലേ അമ്മ? ഈ റോസപ്പൂവിന്റെ അല്ലി പോലെ. ഇത് വെച്ച് തന്നെ നമുക്കൊരു അടിപൊളി റോസപ്പൂ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അയ്യോ അമ്മ, നമുക്ക് ഇതിന്റെ ഇതിലൊക്കെ അയ്യോ നോക്ക്, സ്പോഞ്ച് പോലെ. നോക്ക് ഗൈസ്, അമ്മ കാണുന്നുണ്ടോ? അമ്മ എവിടെയാ കാണുന്നേ? ഹലോ കണ്ടോ? നോക്ക്. കടിക്കല്ലേ മനസ്സിലല്ലേ? എൻ്റെ ഹടാണോ ഫോണ്? കഴിക്കില്ലടാ. വാ കഴിക്കില്ല, മറന്നുപോയി. ഫുഡ് കഴിച്ചാൽ വാ കഴിയാതെ ആരും വരുമോ പൊട്ട? അത് പല്ല് പിടിച്ച് വെക്കുന്ന ഫുഡിനെ പോകണ്ട, കുറച്ച് കഴിയുമ്പോൾ തിന്നാൻ പോകാം. അമ്മ ഈ പൂവ് അതോടെ വീഴില്ലാന്ന് തോന്നുന്നു അമ്മ. ഇല്ല, അതോടെ വേണം അമ്മ. എന്തൊരു രസമാണെന്ന് നോക്കുമ്പോൾ കാണാൻ. ഇത് ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നാളെ പോവില്ല അമ്മ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പൂ പറിക്കാൻ പറ്റും? എനിക്ക് പൂ പൊക്കണം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല റോസപ്പൂ പോലത്തെ പൂക്കൾ. ഹായ്, ശരിക്കും റോസപ്പൂ പോലെ. എനിക്ക് ഇഷ്ടമായി മമ്മേ. മിക്ക പോവല്ലേ? ഞങ്ങൾ എന്നാലും മുകളിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മുടെ ഡയലോഗ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ജസ്റ്റ് ഗോ മുകളിൽ അല്ലേ? ഓക്കെ. അമ്മ നോക്ക്, അങ്ങോട്ട് നോക്ക്. വെള്ളം കൊണ്ടാണ് പോകുന്നത് കേട്ടോ. നമുക്ക് നടന്ന് പോവാവേ. എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ബാഗ് അടച്ചില്ലേ? എപ്പോഴും ഞാൻ വിട്ടു വന്നൊരു കാര്യമാണ് ബാഗ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. കസേര എടുക്കണോ മുകളിലേക്ക്? ആണോ? ഇനിയിപ്പോൾ ഒരാൾ കസേരയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ടെറസാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓർത്തത് ഇവിടെ ചൂടുണ്ടാവുമെന്നൊക്കെ ഓർത്തു കേട്ടോ. ഇത് ഇവിടെ സ്റ്റേജ് പോലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. അവിടെ നിന്നപ്പോഴേക്കും എന്തൊരു ടൈപ്പ് സ്മെല്ല് പോലെ. അതെ, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാലും നല്ല സ്ഥലമാണ് ഗൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ശരിക്കും നമുക്ക് സ്റ്റേജിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഫീൽ കിട്ടുവാണെങ്കിൽ നമ്മളെന്താ പറയുക, പിന്നെ നമ്മൾ പിന്നെ ഒരുപാട് സ്റ്റേജുകൾ ചെയ്തുകൊണ്ട് പിന്നെ നല്ല കുഴപ്പമില്ല കേട്ടോ. അടിപൊളി. നോക്കാൻ വേണ്ടി അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം ഗൈസ്. വരാം. വേണ്ട ഗായ്സ്, അങ്ങനെയൊരു ചെറിയൊരു പ്രാക്ടീസിന് ശേഷം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ട പോലെ നമ്മളെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിനി അത് പോയിട്ട് റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് പരിപാടി അതാണ്. അപ്പോൾ അത് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ആഫ്റ്റർ ഫുഡ് നമ്മൾ പോയിട്ട് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? 2 പ്രാവശ്യം നമ്മുടെ ഡയലോഗ് നമ്മളൊന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നു കേട്ടോ.
അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്കറിയത്തില്ലേ അല്ലേ? അറിയത്തില്ലല്ലോ. എല്ലാവരും കഴിക്കാൻ തുടങ്ങി, പക്ഷെ നമ്മൾ മാത്രം തുടങ്ങിയിട്ടില്ലേ. പോയി കൈ കഴുകിയിട്ട് വരാം. ഓക്കെ, ഇവരും പ്ലേറ്റൊക്കെ കഴുകുന്നതൊക്കെ തിരക്കിലൊക്കെയാണ്. ഓക്കെ, നമ്മുടെ കൈ കഴുകുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാങ്കുഞ്ഞിനെ കണ്ടായിരുന്നു അല്ലേ? അത് താഴേക്ക് കാടാന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് എവിടെ? ഓ, നല്ല കാറ്റുണ്ട്. പക്ഷെ പുള്ളിമാനെയല്ല കണ്ടത്, സാധാരണ പുള്ളിയില്ലാത്ത ടൈപ്പ് മാനില്ലേ, അതിനാണ്. നോക്കൂ ഗായ്സ്, അപ്പം നമ്മളൊരു പ്ലേറ്റ് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മേ? ഓ, നല്ല വൃത്തിയുള്ള പ്ലേറ്റാണല്ലോ. ഇതേ പ്ലേറ്റൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. മോസ്റ്റായിട്ട് കഴുകിയെടുക്കണം. ശരിക്കും എന്താ പറയുക, നമ്മുടെ അവിടെ ഇതിലപ്പുറം കാടാണ് അമ്മേ. നമ്മുടെ ഇവിടെ ഇതിലപ്പുറം കാടാണ്. ഇതുണ്ടാ അമ്മ കഴുകുന്നു. നല്ല വിശക്കുന്നുണ്ട്, നല്ല മോസ്റ്റായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ അമ്മേ? അതെ അതെ. അപ്പം ഞാനിന്ന് പ്ലേറ്റ് കഴിക്കണം അല്ലേ? വേണോ? വെയിറ്റ് എടുത്തോ? അതെന്തിനാ നേരത്തേക്കല്ലേ? ഇത് അടച്ചു വെച്ചേക്കുന്നതാണ് എന്തെങ്കിലും അല്ല. ഇതാ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഈ പ്ലേറ്റിനില്ലേ. അതെന്താ അവിടെ എന്താ തോന്നിയില്ല? എനിക്ക് തോന്നില്ല പോലെ. ശരി, നമ്മൾ ശരി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാ അതേപോലെ തോന്നും. എന്തായിട്ട് തോന്നുന്നില്ല. നമ്മളത് കണ്ണൂർ പോയ ടൈമിൽ പൈസ ഇതും കഴുകത്തില്ലായിരുന്നോ? ഇത് ഉണങ്ങില്ലേ? ഹലോ, പാവാറ്റയും പങ്കനൊക്കെ എന്ത് ചെയ്യുമാവോ? പങ്കൻ്റെ പരീക്ഷ ഇന്നലത്തോടെ കഴിഞ്ഞു. ലാസ്റ്റ് 1 എക്കണോമിക്സ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ആയി. ഇനി എക്സാമിൻ്റെ ടെൻഷൻ വേണ്ട അല്ലേ? ഇനി റിസൾട്ടിൻ്റെ ടെൻഷൻ മതി അല്ലേ? അപ്പം നമ്മളിനി വേഗം ഫുഡ് കഴിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോവാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് മാറുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല അല്ല മമ്മ? പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ? എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് ഒരുപാട് ചോറ് കഴിച്ചില്ലേ ശരിയാവില്ല അല്ലേ? മസ്റ്റായിട്ട് നമ്മൾ മലയാളികളാണ്. ഓ ആ, ഇവിടുത്തെ ചേച്ചി ഉണ്ടോന്ന്? നമ്മുടെ നേരത്തെ ആൻറ്റിയില്ലേ? നോക്കട്ടെ, നിൽക്കേ. അവരൊക്കെ ഏതാ? ഇവിടെ ഉള്ളവരാ ആണോ? ആരൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ. എന്താ നമ്മൾ പറഞ്ഞു തന്നേനാ? ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് ഉറപ്പായിട്ടും അല്ലേ മമ്മേ? എൻ്റെ പാത്രം കഴിയിട്ടുണ്ട്. അത് നമ്മൾ മലയാളീസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കും ഇതേ മമ്മേ ചോറ് മുഖ്യ. പക്ഷെ അവരുടെ റൈസ് നമ്മുടെ റൈസിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് വേറെ കാര്യം. അവിടുത്തെ റൈസ് വേറെ പച്ചരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? ഞാൻ തോന്നുന്നുണ്ട്. അതെ, അവിടെ നമുക്ക് തീരെ തടി വെക്കില്ല എന്നാണ് അവർ പറയുന്നത് അല്ലേ? തടി വെക്കില്ല, കുറേ കഴിക്കാം. നമ്മുടെ ചോറിൽ പക്ഷേ ഷുഗറുണ്ട്. തടി വെക്കും. ചോറ് കഴിച്ചാൽ തടി വെക്കും, അത് ഞാൻ ഉറപ്പിച്ച് തരാം അല്ലേ അമ്മേ? ചോറ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് തടി വെക്കും. പിന്നെ ചോറൊന്നല്ല, ചിലരൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെപ്പോലൊക്കെ ഉള്ളവരാ കഴിച്ചുള്ളതും പറയും കഴിച്ചു വന്ന്. അപ്പം നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്നില്ലേ വിളമ്പെടുക്കണ്ടേ? ചോറില്ലല്ലോ ഇതല്ലേ? ചോറ് ഇവിടെ ഉണ്ടല്ലോ. ആ അതല്ലേ, ഞാൻ വിളമ്പട്ടെ. മതിയില്ലേ? ഒരു വേണ്ടയോ? അതെയോ? കറി എവിടെയാണ്? ഇത് മതി. വിളമ്പുവോ? വിളമ്പണം. അതെന്തരിയാ? മോരുകരിയാ? മോരുകരി. ഓ, അവിടെയാണോ വിളമ്പിയേ? എനിക്കാണെങ്കിൽ അവിടെ വിളമ്പുന്നത് ഇഷ്ടമല്ല. അതിനാണല്ലോ അല്ലേ ആ സ്ഥലമുള്ളത്. അടുത്തത് ഇതേ തോരനിരിക്കുന്ന മുമ്പിൽ. ഇത് ക്യാബേജ് തോരനാണ്. എനിക്കിഷ്ടമാണ് ക്യാബേജ് തോരൻ. ഈ ക്യാബേജ് തോരൻ വെറുതെ കഴിക്കുന്ന ഇഷ്ടം. വെറുതെ കുറച്ചുകൂടി ഇട്. വെറുതെ മീൻസ് നമ്മൾ ഇങ്ങനെ ചോറില്ലേ, ഇന്നത്തെ ചോറിൻ്റെ കൂടെ വെറുതെ ചോറും വേറെ കറികളൊന്നും പാടില്ല. എനിക്കറിയില്ല, ഈ ഒറ്റക്കറികളാണ് ഗൈസ് കൂടുതലും ഇഷ്ടം. അത് വേറെ കാര്യം. ഇനി എന്താ ഈ പപ്പടം എടുക്ക്. പപ്പടം എടുക്കും.
പപ്പടം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? വാവാക്കൊക്കെ പപ്പട വിരോധിയാണ്, പക്ഷേ എനിക്കിഷ്ടമാണ് പപ്പടം. അമ്മയ്ക്ക് ഇഷ്ടമില്ല പപ്പടം. എനിക്കിഷ്ടമാണ് പപ്പടം, എനിക്കിഷ്ടം. ഇതെന്താ കറി? രസമാണോ അമ്മ? ഒഴിക്കട്ടെ? രസം ഒഴിച്ചാൽ പറഞ്ഞാൽ ഒഴിച്ചോ. ഓക്കെ ഓക്കെ, ഇത് രസം ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒഴിച്ചോ. അതൊന്ന് ഇളക്കിയിട്ട് ഒഴിക്കായിരുന്നു കേട്ടോ. ഇനി വേറെ കറിയൊന്നുമില്ലല്ലോ അമ്മ? വേറെന്താ കറിയുള്ളേ? ഇതാ തോന്നുന്നു മെയിൻ കറി. നോക്ക്, ഇതെന്താ പറയുന്നേ? ഫിഷ് കറിയാണോ? അപ്പം ഇതിൻ്റെ മണമാണോ മുകളിലേക്ക് വന്നേ? ഇതേ ഗൈസ്, ഒരു കഷ്ണം മീൻ എടുക്കാനോ? ഇതാ കുറച്ച് ചാറ്. അതാ അതെ അത് തന്നെ അമ്മ തൊട്ട്. അത് തന്നെ കഷ്ണത്തിന് വരണ്ടാന്ന്. ചാറ് ഒഴിക്കുക. ചാറുണ്ട്, മതി 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 മതി. അപ്പം നമുക്കൊന്ന് ഇരിക്കാൻ പോലോ. ഇരിക്കാൻ സ്ഥലത്തിന് ദാരിദ്ര്യമാണോ അമ്മ? എവിടെ ഇരുന്നാലോ? എവിടെ ഇവിടെ ഇരുന്നാ പോരെ? എന്താ എവിടെ ഇരിക്കുന്നത്? എന്താ കുഴപ്പം? എന്നാൽ ആ സ്റ്റൂൾ എടുത്തിട്ട് ഇങ്ങോട്ട് വാ. അല്ല അവിടെ ഇരിക്കും. സ്റ്റൂൾ എടുത്തരണോ? ഏതാ? ഇങ്ങോട്ട് നീക്കി വെച്ചാൽ പോരെ? ഇവിടെ ഇല്ലേ? സ്റ്റൂൾ എടുത്തോ അവിടുന്ന്. അമ്മേ കഴിച്ച് രാവിലെ എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇന്ന് ഞാൻ ചോറ് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് വാരി കഴിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ മമ്മ തന്നെയായിരുന്നു വാരി തരുന്നത്. ഇതുണ്ടോ, ഈ ചോറാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അല്ലേ മമ്മ? നീ കേട്ടോ കറി തേങ്ങ അരച്ചു വെച്ചാൽ തോന്നുന്നത്. നമ്മുടെ ഡയലോഗിലുണ്ട് തേങ്ങ അരച്ചു വെച്ച കറി എന്നൊക്കെ അല്ലേ? എനിക്ക് ശരിക്കും അതേപോലെ തോന്നുന്നത്. പുളിയിട്ടല്ലേ? പുളിയിട്ട മീൻ തീരെ വെച്ചെന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങയല്ലേ? തേങ്ങ അരച്ച് ചേർത്തല്ലേ? നമുക്ക് എന്ത് മീനാന്ന് അറിയത്തില്ല. അതൊക്കെ ഇത് തൂതയാണോ? തൂതയാന്ന് തോന്നുന്നത്. ഇത് മുരുകൻ തോന്നുന്നത്. മധുരക്കൊറി ഇതിന് മധുരമുണ്ട് കഴിച്ചേ. തോരനുണ്ട്, തോരനെടുത്തിട്ടുണ്ട്, രസം വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പടത്തിന് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ടൊരു വാ വര കഴിയും. ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ അല്ലേ അമ്മ? ഒന്ന് മോശമായിട്ട് കഴിക്കട്ടെ കേട്ടോ. നമുക്ക് അപ്പോഴാണ് അതേ കണ്ണി വാങ്ങ അച്ചാറ് കിട്ടുന്നത്. ഒരു കഷ്ണം അങ്ങ് പൊക്കിയില്ലേ? എങ്ങനെയുണ്ട്? പൊളിയുണ്ട് അല്ലേ? നല്ല പുളിയുണ്ട്. പുളിയുള്ളത് കുറച്ച് മെല്ലുണ്ടാവും. എൻ്റെ ചോറ് സത്യം പറഞ്ഞാൽ പായസമായിപ്പോയി, കാരണം കറി അധികമായിട്ട്. രസം ഒഴിക്കണോ? എനിക്ക് വേണ്ടി രസം. അതിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഫുഡെല്ലാം ഇഷ്ടമായി. നല്ല രുചിയുള്ള ഫുഡ്. രുചിയോടെ തന്നെ ഇവിടെ ആണോ? ചേച്ചി ഉണ്ടാക്കിയതാണതെല്ലാം. ഹോട്ടൽ സ്റ്റൈൽ ഫുഡാണ് സത്യം പറയാലോ അല്ലേ? ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡ് പോലെ ഉണ്ട്. എന്തായാലും കിടുക്കാച്ചി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഞാൻ മുടി ബാക്കിൽ കെട്ടിച്ച് അത്രയ്ക്ക് ചൂടായിട്ടാണ്. അയ്യോ അത് അടയ്ക്കില്ലേ, വെളിച്ചമില്ല. അപ്പോൾ നമുക്ക് ഞങ്ങൾ റൂമിലാണ് ഉള്ളത്. അതെ അമ്മ അതവിടെ വന്നിരിക്കുകയാണ് അല്ലേ? ഞങ്ങളിപ്പോൾ ഡബ്ബിങ്ങിന് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്.
ഇപ്പോൾ തന്നെ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇരിക്കുവാണേ. ഇതുകൊണ്ടോ ഞാൻ വരച്ച പടമാണ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതാണ് ഞാൻ കാണിക്കാൻ വന്നത്. ഇതിനൊരു പേര് പറയും, എനിക്കറിയത്തില്ല എൻ്റെ പേര്. ഞാൻ ക്ലാസ് ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പണ്ട് ഇങ്ങനത്തെ ഡ്രോയിങ്സ് ചെയ്യൽ എനിക്ക് ഭയങ്കര ഒരു ഹോബിയായിരുന്നു. വെറുതെ മനസ്സിലിരുന്ന ഡിസൈനൊക്കെ ഇങ്ങനെ വരച്ച് പേജ് നിറച്ച് ഇങ്ങനെ ശരിക്കും ജോമെട്രിക്കൽ ചാർട്ട് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ജോമെട്രിക്കൽ ചാർട്ട് അതന്നെ ഇതേപോലത്തെയൊക്കെ തന്നെയല്ലേ. അതെ ഇതേപോലെ തന്നെ നല്ല രസമല്ലേ ഗൈസ് കാണാൻ, ഒക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ, രസമല്ലേ. അപ്പോൾ ഞാൻ പുതിയ ഡിസൈൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ടൈം ഷെഡ്യൂളാണ് ഇവിടെ കിടക്കുന്നത്, നമ്മുടെ ആ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള സൂത്രം. പക്ഷേ ഞാൻ ഈ കളം കണ്ടപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം അല്ലേ. നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കണ്ടെങ്കിൽ ഒരു പേനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഡിസൈൻ ചെയ്യും എന്ന് എനിക്കൊരു പ്ലാനില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്ത് വേണമെങ്കിലും നമുക്കത് വരയ്ക്കാം കേട്ടോ. ഇതുണ്ടോ ഇങ്ങനത്തെ ഡിസൈന് നിറച്ച് ഇങ്ങനെ വന്നാൽ നല്ല രസമായിരിക്കില്ലേ. അതേപോലെയാണ് നമ്മളിത് മുഴുവൻ ചെയ്യേണ്ടത്. പിന്നെ ഷെയ്ഡിങ്ങും ഒക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ക്ലാസ് ടൈമിൽ അവർ പറയുമ്പോഴും ഫ്രീ ടൈം ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പരിപാടി. അവർ പറയുമ്പോഴും തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കല്ല, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ കേട്ടോ. സത്യം പറഞ്ഞാൽ ബോറടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു കലാവിരുതാണിത്. നല്ല കലാവിരുതെന്ന് പറഞ്ഞാൽ അടിപൊളി കലാവിരുതാണ്. എനിക്കിത് ഭയങ്കര എൻ്റെ ഹോബി എന്ന് തന്നെ വേണേൽ പറയണമായിരുന്നു. കാരണം എൻ്റെ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സൂത്രങ്ങളായിരുന്നു എൻ്റെ ബുക്കിൽ നിറച്ചുകൊണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കത്തിച്ച് കളയാൻ പോലും തോന്നില്ല. ബുക്കൊക്കെ ബുക്ക് ഞാനെല്ലാം കത്തിക്കുക എന്നല്ല പറഞ്ഞു വന്നത്. ഇപ്പോൾ നമ്മൾ വേണ്ടാത്ത ബുക്കൊക്കെ ഉണ്ട് അടുക്കളയിലേക്ക് നമുക്ക് തീ പിടിപ്പിക്കാനൊക്കെ കൊണ്ട് കൊടുക്കും. ആ സമയത്തായിരിക്കും നോക്കുമ്പോണ്ട് അമ്മ പറയടാ നിനക്കിത് വേണമാണോടാ, ഇതേടാ ഈ കണ്ടില്ലേ ഈ പടമൊക്കെ എന്നിട്ട് അമ്മ കൊണ്ടുത്തരും. അപ്പം നോക്കുമ്പോണ്ടാവും നല്ല പടം. എന്നിട്ട് അമ്മ എന്താക്കും കളയാതെ ഞാൻ പറയാം അതെങ്ങാനും കത്തിച്ച് കളഞ്ഞിരിക്കുന്നത് ഞാൻ പറയും. പക്ഷേ അമ്മ പറയാം ഈടാ ഇത്രയും നല്ല പടം കൊച്ചു വരച്ചിട്ട് കളയാനോ എന്ന് ചോദിക്കും. എന്നിട്ട് മമ്മ എന്ത് ചെയ്യുന്നറിയോ, മമ്മ എന്തെടുത്തിട്ട് മമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നമ്മൾ തൂക്കിയിടും. എന്നിട്ട് ഇതുണ്ടല്ലേ ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വരാൻ നമുക്ക് നല്ലൊരു കഴിവാണ് കിട്ടിയേക്കുന്നത്. ഇതുണ്ടല്ലേ അപ്പം നോക്ക് നല്ല രസമായില്ല. അപ്പോൾ അത് ഫുള്ള് അത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കില്ലേ മമ്മ ഇപ്പോഴാണ് സോക്സ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇത് നായാട്ടും മുറുകുമ്പോൾ പട്ടിക്കുന്നുണ്ടൊരു വഴഞ്ചൊല്ലുണ്ട് അതേപോലെ. ഇതുണ്ടല്ലേ ആണോ, ഓക്കേ. അപ്പോൾ അതേ മമ്മ വേർക്കുന്നതിൻ്റെ പരിപാടി സോക്സൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ സോക്സ് ഷൂ ഒക്കെ ഇട്ടെല്ലാം വളരെ ഫാസ്റ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ അവർ പോകാൻ വേണ്ടി വിളിക്കാം. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടേ, തീർച്ചയായിട്ടും നമുക്ക് കാണണം അല്ലേ അമ്മേ. അമ്പടാ ഇനി നമ്മൾ നാളെയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ വരലുണ്ടാവില്ല, വേറെ സ്ഥലത്തേക്ക് സ്റ്റേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പരമാവധി വിടുന്നുള്ളതെല്ലാം ക്യാച്ച് ചെയ്യണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ മമ്മേ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നോക്ക് തയ്യാറായിരിക്കുകയാണ്. ഹലോ കൊല്ല്. അപ്പം പോകുന്ന കാഴ്ചകൾ നമ്മളേത് സ്റ്റുഡിയോയിലൊക്കെ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഒരു പാട്ട് പാടണം. ആരാധികേ മഞ്ഞുതിരം വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴിനിറേ നീ എങ്ങു പോകിലും അകലേക്കമായിലും ആശകൾ തൻ മൺതൂണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഞാൻ ഇന്നും ഒരു പുഴയിൽ. അതെന്തറിയോ തെറ്റിപ്പോയ അവിടെ അവരെന്തോ സംസാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെവി കൊടുത്തിട്ട് തെറ്റിപ്പോയി. ഒഴുകി ഞാൻ ഇന്നും ഒഴുകി നല്ല ദേഷ്യം വരുന്നത്. ഈ പാട്ട് തെറ്റിയാലും തെറ്റിച്ചാലും അത്രയും വലിയ കലിപ്പ് എനിക്ക് വേറെ ഒന്നുമില്ല ഗൈസേ.
ചിലർക്കാണ്ടോ ഷൂ ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയ അവസരം ഇതാ തുടക്കി. ഒരു പൊടിയാണ്, പൊടിയാണ്, ഭയങ്കര പൊടിയാണ് ഗൈസ്. അപ്പം നമ്മൾ കയ്യിൽ ഇങ്ങനത്തെ കൂടി ടവലുകൾ കുറേ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല അല്ലേ അമ്മേ? അതെ, അത്യാവശ്യമാണ് ഇങ്ങനത്തെ ഒരു ടവല് കയ്യിൽ. നമ്മൾ ഒരു ടവലല്ല, നമ്മുടെ പേഴ്സണൽ യൂസിനും പിന്നെ എന്താ പറയുക, നമ്മുടെ ഷൂ ഒക്കെ തുടയ്ക്കാനും ഒക്കെ, പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ സെപ്പറേറ്റ് നമ്മൾ ടവല് കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. എല്ലാ ബാത്റൂമിലൊന്നും ചിലപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടാവണമെന്നില്ല. എനിക്കാണേലും ടിഷ്യൂ പേപ്പർ ഇല്ലാതെ കാണുമ്പോൾ ദേഷ്യം വരും. അപ്പം നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ടവലൊക്കെ കയ്യിൽ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. ലൈസ് തരട്ടെ. അപ്പോൾ നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഓ ലേസ് ഒഴിഞ്ഞു. ഓ ബുക്കെടുത്തില്ല അമ്മ. അപ്പം നമ്മൾ പോവുകയാണ്. എല്ലാവരും ഇറങ്ങി, കൂടെ നമ്മളും. ക്യാമറയ്ക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല ഗൈസ്, അപ്പം ഞാനൊന്ന് ചാർജ് ചെയ്തിട്ട് വരുന്നു. കുറച്ച് ക്രിഞ്ചന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഗൈസ്. ക്രിഞ്ചന്മാരാണ്. എൻ്റെ കൂടെ ഒന്ന് വരെ. എൻ്റെ കൂടെ മുമ്പ് കലാജാഥ ചെയ്ത ടീംസാണ്. ഹായ് പറയും ഗൈസിന്. ഹായ് പറയും. ഇങ്ങനെ നാളൊന്നും ഇല്ലാത്തവരാണ് ഗൈസ്. എത്ര കമ്പനി ആയിരുന്നു അറിയാം. പക്ഷെ ഇവർ 2-3 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇല്ലേ മമ്മേ? അത് സ്ഥലമുണ്ടോ ഇരിക്കാൻ? സ്ഥലമില്ല ഇരിക്കാൻ. പക്ഷേ ഞാൻ എൻ്റെ പെണ്ണാന്നാരാ പറഞ്ഞേ? നമുക്ക് കയറുമേ. അടക്കട്ടെ. ചേച്ചിമാരെ കാണുന്നല്ലോ. ദൈവമേ എന്നാ ചൂടാല്ലേ. അയ്യോ, നമ്മളേതോ ഓവനിൽ കയറി ഇരിക്കുന്ന പോലെ ഉണ്ട്. അതെ, വെരി ഹോട്ടാണ്. ഇവിടെ പോയി ചേച്ചിമാരെ ഒന്നും കാണുന്നില്ല. എൻ്റെ ബുക്ക് എടുത്തില്ലേ മമ്മേ? എൻ്റെ അടുത്ത് പേന മാത്രമേ ഉള്ളൂ. എവിടെ അവരൊക്കെ ക്യാറിനാ പോകുന്നത് തോന്നുന്നു. ക്യാറിന് ഏത് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്? ഹലോ കാല് നീട്ടി വെക്കാനല്ലേ? അതന്നെ അതന്നെ നല്ല കാര്യം. ഓ ഇതുവരെ പോയി ആർക്കറിയാം അവരെങ്ങനെയല്ലേ പോകുന്നുള്ളൂ. നമുക്ക് നമ്മുടെ അടുത്ത് നോക്കി പോയി. കട്ടറില്ല 5 പേരോടെ 1, 2, 3, 4. അപ്പൊ നമ്മള് ശരിക്കും 10 പേരില്ല, 9 പേരേ ഉള്ളൂ. പിന്നെ നമ്മൾ 9 പേരേ ഉള്ളൂ, 10 പേരില്ല. ഞാനും 10 പേരെ നിർത്തേ. ഞാനും അമ്മ, നമ്മളതെ 5 പേര്. നമ്മൾ 5 പേര്. പിന്നെ 2 ചേച്ചിമാര്. 6, 7 ആയി. പിന്നെ മറ്റേ 7, 8, 8, 9, 10. 9 ആരാ? സാറിന്റെ മകനല്ലേ? 9, 10 ഉള്ളൂ. ഏതാ മണ്ട? 9 പറഞ്ഞല്ലേ? 5 ഉണ്ടല്ലോ. തല ഒന്നുമില്ല. അയ്യോ നോക്കണേ. ആണോ കറങ്ങുന്ന ബെൽറ്റാ? എനിക്ക് വാങ്ങണം കറങ്ങുന്ന ബെൽറ്റ്. പക്ഷെ ഞാൻ ജീവിച്ചിട്ടില്ല. അതന്നെ ബെൽറ്റാണ്. എന്താ പറയുന്നത്? ബെൽറ്റ് കറങ്ങില്ലാന്നുള്ളൂ. ബെൽറ്റാ അല്ലേ? അതെ. റോഡൊക്കെ കുറച്ച് കട്ടം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് ആവേൽ. കേട്ടോ, ഇവിടെ മുഴുവൻ കാടാണ് അല്ലേ? കുറച്ച് ഭാഗം ഫോറസ്റ്റ് മുഴുവൻ കാടായിപ്പോയി. ഇപ്പൊ വനമാക്കണം അല്ലേ? വനമാക്കണം. പക്ഷേ മോസ്റ്റ് ചൂടാണ്. ചൂട് കാണുമ്പോൾ നമുക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പൊ നമ്മളിനി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് തന്നെ നല്ല റോഡല്ലേ കേട്ടോ. ഇവിടുന്ന് തന്നെ ഗൈസ് റോഡ് വലിയ സീനില്ല കേട്ടോ.
എന്താ ജനകീയ ആരോഗ്യ കേന്ദ്രം പറഞ്ഞാണ് പറഞ്ഞ കേട്ടോ. വാവാടി ഹലോ, നമ്മളങ്ങനെ വൈ പഠിച്ച് എല്ലാവരും പോവാണ്. നമ്മളൊരു പൊരിവേലത്ത് വന്നിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ലേ? ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? എവിടെ സ്ഥലം? ഇതെവിടെയാണ് സ്ഥലം? ചുള്ളിയോടോ? എൻ്റെ ദൈവമേ, എൻ്റെ കാഴ്ച പൊരിഞ്ഞ വെയിലാണ്. ഇതേപോലത്തെ വെയിലത്തേക്കാണ് നമ്മൾ എന്നും ഇറങ്ങേണ്ട എൻ്റെ മമ്മ. ഗൈസ്, അപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിനായിട്ടുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ ആകെ ഫുള്ള് ബോൺ പിന്നെ റെഡിയാക്കി സെറ്റപ്പൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. എൻ്റെ വെയിലമ്മ തണൽ എവിടെ ഉള്ളത്? ഇങ്ങോട്ട് വെച്ചു മുകളിലേക്ക് കയറിപ്പോ. എവിടെ അവരെവിടെ പോയി മേ? വെയിൽ പറ്റില്ല, നമ്മൾ കത്തി കരിഞ്ഞു പോലെ. ദൈവമേ, അവസ്ഥല്ലേ ഭയങ്കര വെയിലാണ് കാഴ്ച. വെയിൽ അവസ്ഥയാവോ? ഇവിടെയാണോ? ഇവിടെ ലുക്ക് ലുക്ക് സ്ഥലം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിയ ആയിപ്പോയി. നൊസ്റ്റാൾജി അന്ന് ഇതേപോലെ തന്നെ വെയിലത്തായിരുന്നു. പിന്നെ അവിടെ പിന്നെ തണലാണ് ചെയ്യാനുള്ളത്. കയറാം. കണ്ടോ ഗൈസ്? എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഇതുണ്ട് സ്റ്റുഡിയോൻ്റെ വാലായിട്ട്. ആ, ഇത് ഇവിടെ ഇരിക്കാം അമ്മ. വേർത്തൊരു വഴിയായി മമ്മ. നമുക്ക് നോക്കാം, നമ്മളെ വിളിക്കുന്നുണ്ടോ. ഗായ്സ്, നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഇത് അവർ റോഡ് ക്രോസ് ചെയ്ത് അവിടെ എത്തി. ഞങ്ങളന്ന് കലാജാഥയ്ക്ക് വന്നപ്പോഴേ, കലാജാഥയല്ലോ ഫ്ലാഷ് മോബിന് വന്നപ്പോൾ ഇതാ ഗൈസ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അവർ പറഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എവിടെ നിന്നാണെന്നറിയോ? ആ അതെ, അവർ പോകുന്ന കടയിൽ തന്നെ ഞങ്ങളും ചായ കുടിച്ചു അമ്മ. നല്ല വെയിലുണ്ട് ഗായ്സ് അല്ലേ? നല്ല വോൾസായിട്ടുള്ള സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞ ഉറക്കം വന്നിട്ടൊരു രക്ഷയില്ലല്ലേ. ചായ കുടിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്നാണോ? ഇതാ തോന്നുന്നു. നമുക്കിവിടെ നിൽക്കാം, നോക്കാം. ചായ കുടിക്കാൻ എല്ലാവരും കയറുമെന്ന്. പോക്കോയിലായതുകൊണ്ട് വലിയ ചൂടില്ല, പക്ഷെ ചൂടുണ്ട്. എല്ലാവരും ചായ കുടിക്കാൻ വെയിറ്റിങ്ങിലാണ്. വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നോക്കാം ഗൈസ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന കടയിൽ തന്നെ കയറി നിന്നത് അവർക്ക് സന്തോഷമായി. ഒരു കുന്ന ആൾക്കാരെ കണ്ടപ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അല്ലേ അമ്മേ? ആ, ചായ കുടിക്കണം. ചുണ്ടൊക്കെ ഒട്ടി അല്ലേ? അതെ അതെ, ചുണ്ടൊക്കെ ഒട്ടി അവസ്ഥയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വെള്ളം കൂടി ഒരു അവസ്ഥയാണ് അല്ലേ? നന്നായി വെള്ളം കൂടി മുടങ്ങുന്നുണ്ട്. അതൊരു അവസ്ഥയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ വേണ്ടേ? നല്ല ദാഹിക്കുന്നു, ഈ വിശക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട് കാര്യം ചോറ് കഴിച്ചു എങ്കിലും ചായ ഏതാ വൈകുന്നേരം ആയില്ലേ? എന്നെ വലിച്ചു വരുത്തില്ലാനോ? വയറധികമായ നടക്കാൻ പോലും പറ്റില്ല അല്ലേ? ഒരു സ്പൂൺ ചോറ് കൊച്ചു പറയുന്ന അവിടെ 2 സ്പൂണാണോ? ആ, അമ്മ 2 സ്പൂൺ കഴിച്ചു, ഞാൻ 1 സ്പൂൺ.
അല്ലേ? അതെ. വൈകുന്നേരം ഇപ്പം ഒരു ചായ കുടിക്കണം. ചായ ഞങ്ങൾക്ക് ശീല, ചായ കൂടി ഞങ്ങൾക്ക് ഏറ്റവും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് മധുരം. ഇനി ഞങ്ങളെ ആരെങ്കിലും കാണുവാണെങ്കിൽ കാഴ്ച ഞങ്ങൾക്ക് എന്തെങ്കിലും മധുരമുള്ളത് വാങ്ങി തരുവാണെങ്കിൽ മധുരം നല്ല വേണം. അല്ലാതെ വെറുതെ കട്ടുമനെ പിടിച്ചിട്ട പോലെ മധുരം തന്നെ ഞങ്ങൾക്ക് പറ്റിയല്ല അല്ലേ? ഞങ്ങൾ നല്ല മധുരം കഴിക്കുന്ന ആൾക്കാരാണ്. ആകെ ഒരു ലൈഫ് മീൻസ് ആ ലൈഫിൽ മധുരം കഴിച്ചാവണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം നമ്മൾ ഇതാക്കണം അല്ലേ? അമ്മയുടെ അഭിപ്രായം മധുരം പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹലോ മൈക്ക് ചായ കുടിക്കുമ്പോൾ നല്ല ചായ കുടിക്കുക, മധുരം കിട്ടുക, നല്ല കടുപ്പത്തിൽ ചായ കുടിക്കുക. പിന്നെ ചോറ് കഴിക്കരുതെന്ന് ഞാൻ പറയില്ല. ചോറ് ഒരു നേരം കഴിക്കണം. മൈക്ക് കൂന്നുണ്ടോ തട്ട്? മൈക്ക് കുടിക്കാൻ പാടില്ല പറയും. അപ്പം ചോറ് ഒരു നേരം കഴിക്കാം. വൈകുന്നേരം ചായ എന്തായാലും കുടിക്കുമല്ലോ. അതെ, നമ്മൾ രാത്രിക്ക് ലഘുഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ മതി. കഴിക്കണമെന്നില്ല. ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഭയങ്കരമായിരിക്കും. ചോറ് അത് നമുക്കൊക്കെ അമ്മേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. രാവിലെ അടക്കം ചോറ് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതന്നെ നമുക്ക് പറ്റില്ല. നമുക്ക് ചോറ് കണ്ടാൽ അതന്നെ. ചോറ് കഴിക്കണേ. ചോറ് പക്ഷേ കഴിക്കണം. സത്യം. ചായക്ക് വേണ്ടി കഴിക്കാം. ഞാനൊരു കട്ട്ലേറ്റും ഒരു പരിപ്പുവടയും പറഞ്ഞു. പാല്, എനിക്ക് എവിടെ പോയാലും പാല് കുടിക്കുന്ന ഇഷ്ടം ചായനേക്കാളും കൂടുതൽ. മധുരം കുറവാ. അതിനിപ്പോൾ പറയണ്ട. ഇതുണ്ടോ കട്ട്ലേറ്റ് ഉണ്ടേ, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചൂടുള്ള ഇത്. സാധനമൊക്കെ തണുത്തയാ, ചൂടുള്ള സോസ് നമ്മൾ അടിക്കുമോ? സോസ് ഒഴിച്ചോട്ടെ ഗൈസ്. മതി ഒഴിക്കാൻ പറഞ്ഞപ്പോൾ കുറേ ഒഴിച്ചു. നമ്മളെപ്പോഴും എവിടെ എത്തിയേ? 3 മണി കണ്ടായപ്പോൾ എത്തി. സമയം ഇപ്പം 4:30 കഴിഞ്ഞു. അവർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി പോയത്. അപ്പോൾ അവർ വരാതെ ഡബ് ചെയ്യാനും പറ്റില്ല. ഡബ് ചെയ്ത് ഡ്രസ്സ് റെഡിയാക്കിയിട്ട് ഭാഗ്യത്തിന് ഡബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് അവിടെ തന്നെ തയ്പ്പിക്കുക ചെയ്യാം. എരിവ് അങ്ങോട്ടെ. അപ്പം ഡ്രസ്സ് എന്താവും എന്തോന്നും അറിയത്തില്ല അല്ലേ? അപ്പം നമ്മൾ മോസ്റ്റ് എടുത്ത് ഗായ്സിനുള്ള ഒന്നാ കടിച്ച ഗായ്സ്. നമ്മളങ്ങനെ പോയി ഡബ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ തിരക്കായി പോയി. നന്നായിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. അതെ, നമുക്ക് നോക്കാം. എന്തായാലും അടിപൊളിയായിരുന്നു. ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി. പിന്നെ എന്താ പറയുക, നല്ല ഫണ്ണിയായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ബാക്കി അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒരു ഭാഗം മുഴുവൻ തീർത്തിട്ടുണ്ട്. അപ്പം ഇനി അവരത് ആ സൗണ്ട് അവിടെ കേൾപ്പിക്കുമായിരിക്കും. അപ്പം കേൾക്കാം. ആ സമയത്ത് ഫുൾ റഷായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനിയും വരുന്നുണ്ട് എൻ്റെ ഭാഗമൊക്കെ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം. നമുക്ക് പോയി നോക്കാം. ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നത് ടീച്ചറെ ടീച്ചറെ
കുറച്ചുകൂടി കരയണം. കരയുന്ന സീനാണ് ഗൈസ്. മമ്മേൻ്റെ കൂടെ പോട്ടെ. ഞാനേ ഒന്നും കൂടി പറയാൻ മമ്മ തകർത്തഭിനയിച്ച് ഗൈസ്. തകർത്തഭിനയിച്ച് അടിപൊളി മമ്മ അടിപൊളി ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ അല്ലായിരുന്നോ? ഗായ്സ് നമ്മുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഓവറായിട്ടുണ്ട് അല്ലേ മമ്മേ? ഇല്ല റെക്കോർഡ് ചെയ്യുന്നേ. അപ്പോൾ അവരവിടെ സംസാരിക്കുമ്പോൾ ഇത് ഇന്ത്യൻ മമ്മ നിങ്ങൾ നോക്കണ്ട. അവർ നോക്കുക അവരുടെ വായിൻ്റെ അടുത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞാൽ അവർ കേൾക്കാനിരിക്കുക. ചോദിച്ചുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ പറയാം അവരോട് ഉത്തരം. ഇപ്പോൾ നോക്ക് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വേറെ ചുള്ളിയോടാ. പിന്നെ രാത്രിക്കത്തെ വ്യൂ ഉണ്ട്. നേരത്തെ നമ്മുടെ പകൽ വ്യൂ ഉണ്ട്. അപ്പോൾ രാത്രിക്കത്തെ വ്യൂ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. നാളത്തെ കഴിഞ്ഞ് ഈ സമയത്ത് നമ്മൾ പ്രോഗ്രാമിലായിരിക്കും ഗൈസ്. അറിയത്തില്ല എന്തായി പറയുന്നേ? അമ്മ അത് എവിടെയോ കൊണ്ടിട്ടോ പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ വെച്ചിട്ടേ ഇല്ല. എൻ്റെ ബുക്ക് ഇവിടെ പോയി. അപ്പം നമ്മളിത് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുക്കൊന്ന് പോയി നോക്കട്ടെ. ടെൻഷനായിട്ടുണ്ട്. അതാണ് എൻ്റെ ബുക്ക് അല്ലല്ലോ. ബുക്ക് എവിടെ പോയിരുന്നാലും അപ്പം നമ്മളിനി പോകാനുള്ള പരിപാടിയായിരിക്കും കേട്ടോ. നമുക്ക് ഗൈസ് ബസ്സൊക്കെ വരുന്നുണ്ടോ? വാവ് അടിപൊളി. അപ്പം നമ്മളിനി കിട്ടിയോ? എൻ്റെ പേനയോ? പേന ഞാൻ എടുത്ത് വെച്ചില്ല. രണ്ട് ബേഗിനകത്തല്ലേ? ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം ഓവറായിട്ടുണ്ട്. ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഡ്രസ്സ് ഇപ്പം അടുത്ത ഡ്രസ്സ് ശരിയാക്കില്ല. നമ്മളിത് റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കയറുവാണ്. എന്തിനാ പോലും അറിയത്തില്ല. നടന്ന സംഭവം ഞാൻ പ്രിയമുള്ളവരെ ശരിക്കും പറഞ്ഞിട്ടാണ് പറയും. ആരാ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ജഗമൊക്കെ എല്ലാരും കൂടെ കേട്ടോ. പ്രിയമുള്ളവരെ എന്താണ് എനിക്കൊന്നും കൊടുക്കാൻ വേണ്ടേ? ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആകെ അവസ്ഥയായിപ്പോയി ഗൈസ്. അവിടെ ഒരു കട്ടിങ് ഗൈസ് ഇവിടെ പറഞ്ഞിട്ട് കേട്ട് നോക്കാണ് കേട്ടോ. നമ്മൾ പഠിച്ച സ്കൂളുകളാണോ ഇപ്പോ? സ്കൂള് തുറക്കുന്നതിന് മുമ്പ് യൂണിഫോം, പാഠപുസ്തകം. ഗായ്സ് അപ്പം നമ്മളപ്പം ഡബ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കേൾക്കുവാണല്ലോ. അപ്പം എൻ്റെ മമ്മേനെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ. നെക്സ്റ്റ് നമ്മുടെയാണ് വരുന്നത് കേട്ടോ. അപ്പം കേട്ട് നോക്കിയിട്ട് എന്തായാലും പറയാൻ മറക്കല്ലേ. ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇതൊരു ടെസ്റ്റ് ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞെടുത്ത് നിന്നൊക്കെ മാറിയില്ലേ? സൗണ്ട് ബെഞ്ചും ഡെസ്കും എല്ലാം മാറി. ഇപ്പൊ ടൈലൊക്കെ ഇട്ട് സ്കൂളിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പ് അഴിച്ചിട്ട് കയറേണ്ടി വരും. അത്രയ്ക്ക് വൃത്തിയാ. ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക്കാ. ഹൈടെക് സ്കൂളുകൾ. സ്കൂൾ മാത്രം നമ്മുടെ ആശുപത്രി. ഗായ്സ് അപ്പം നമ്മൾ
പോവാണ്. അമ്മേ, ഇപ്പൊ ഞാൻ മമ്മേനെ പുറത്തിരുന്നേനെ. ഓക്കെ, അപ്പൊ നമ്മള് ബംഗാളി അടിപൊളി. പിന്നെ ബംഗാളി വിചാരിച്ചു ഗൈസ് പറയൂ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പറയൂ പറയൂ. നമ്മളിനി എന്താ ചെയ്യുന്നത് അറിയില്ല. ഫുഡ് കഴിക്കാൻ പോവാണോ അതോ നമ്മളിനി വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകണോ അറിയത്തില്ല. എങ്ങോട്ടാ ഇനി പോകുന്നത് പോലും. നമുക്കവിടെ നിൽക്കാം. അപ്പോൾ സത്യം ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും സത്യം പറഞ്ഞാൽ കുടിക്കുന്നില്ല. എന്താ വെള്ളം പോലും കുടിച്ചില്ല, ശരിക്കും കുടിച്ചിട്ടില്ല. കുടിച്ചു, തൊണ്ട ഒന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രം. അപ്പം എന്താ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം രാത്രി സമയം എത്രയായി അമ്മ? സമയം എത്രയായി? 8:15. 8:15 എൻ്റെ ദൈവമേ, മോസ്റ്റ് ടൈമായിട്ടുണ്ട് അല്ലേ? ഇത്രയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല അല്ലേ അമ്മ? അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് കാര്യങ്ങളെന്ന്. കണ്ടോ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? വടുവഞ്ചാറല്ലോ, ചുള്ളിയോട് എല്ലാവരും കണ്ടല്ലോ. ഗൈസ്, നമ്മളിത് ഏതോ വണ്ടിയിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വണ്ടിയിലാണ് പോകുന്നത്? ഞങ്ങൾ രണ്ടും ഒരു വണ്ടിയിലാണ് പോകുള്ളൂ അല്ലേ അമ്മ? നോക്കട്ടെ പ്രമോട്ടെ, നോക്കണേ. ഒന്ന് കയറിയിരുന്നാ മതി, ഒരാളെ കുറച്ച് കയറിയിരുന്നാ മതി. അഭിപ്പോ വരില്ല, പണിയല്ലേ. മുസ്തഫി പൊന്നെ അവിടെ ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ. നമ്മൾ പോവാണ്. ഡ്രസ് എവിടെ? ഡ്രസ്സിനകത്ത് വെച്ചിട്ടുണ്ടോ? അവരൊക്കെ ഇതേ ഗൈസ് ആ വണ്ടിയിൽ വരുന്നു. അപ്പോൾ നമ്മളിനി നേരെ നമ്മുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മുടെ റൂമിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലാറ്റായി മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു. അയ്യോ, ഡ്രസ്സ് ഇപ്പോൾ നമുക്ക് ഒരാൾ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് എന്തായാലും പൊട്ടിച്ച് നോക്കാം അല്ലേ അമ്മ? എന്താണ് ഡ്രസ്സ് നമുക്ക് അറിയണ്ടേ ഗൈസ് അല്ലേ അമ്മ? ഇരുട്ടാണ് ഗൈസ്. ഞങ്ങൾക്ക് 4 ജീൻസ് മാത്രം ഗൈസ്. ജീൻസ് മാത്രമാണുള്ളൂ ഗൈസ്. ജീൻസ് അല്ല, ജീൻസ് ഒരു പാൻറ്റാണ് ശരിക്കും. ജീൻസ് പ്ലസ് പാൻറ് അല്ല. ഇതൊന്ന് നോക്കണ്ടായിരുന്നു സൈസ്. ഇത് ഇട്ട് നോക്കാല്ലേ ഗൈസ്? ഇപ്പോഴത്തെ സൈസ് ഇത് വള്ളിയുണ്ട് സൈഡിലോട്ടാ, വള്ളിയൊക്കെ ഉണ്ട്. എവിടെയാണ് സൈസ്? സൈസാ 32. ഇതാ അവിടെ സൈസ് കൊടുത്തേക്കുന്നത്. ഇത് 32. ഇതിൻ്റെ ഇതാ അല്ലല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂട്ട് തരുന്നത്. കണ്ടുപിടിക്കട്ടോ ഗായ്സേ. എൻ്റെ ഗായ്സേ ബ്ലാക്ക് ജീൻസ് എന്ന് പറയാൻ പറ്റില്ല, പാൻറ് പോലത്തെ കേട്ടോ. അപ്പോൾ ഞാനും മമ്മയും എടുത്തു ഓരോന്ന്. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മമ്മേൻ്റെ അരേൻ്റെ അവിടെ ഭയങ്കര ടൈറ്റാണ്. കാരണം ഇതെല്ലാം സൈസ് വന്നിരിക്കുന്നത് 34, 32 ഉള്ളൂ അല്ലേ? അതിൽ കൂടുതലുള്ള സൈസൊന്നും വന്നിട്ടില്ല. ആകെ അവസ്ഥയാണ്. 34 എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന സൈസ് 30, 32 അല്ല 28 ഒക്കെയാണ് വന്നേക്കുന്നത്. ആകെ അവസ്ഥ ജീൻസുകളാണ്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റണം അല്ലേ മമ്മേ? അവരുടെ സൈസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കേട്ടോ. അവർക്ക് എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വെക്കേ, നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഇതാണ് ഈ ബൾബ് എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെറുതെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഇത് വേറെയുള്ളവരുടെ റൂമാണ് കേട്ടോ. തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഇതിലേ പോകുമ്പോൾ നമ്മുടെ റൂമെത്തും കൈസേ. ഇതുണ്ടോ ഇതിലേ പോയ നമ്മുടെ റൂമാണ് ഇവിടെ. കണ്ടോ? ഞാനിത് ഇപ്പോഴാട്ടോ അത് കാണുന്നേ. പോവല്ലേ? അവർ വരട്ടെ. അവർ നേരത്തെ അവർ പോയി വിളിച്ചില്ലായിരുന്നു. വാ, അപ്പം നമുക്ക് പോവാട്ടോ കൈസേ. കാല് പതുക്കെ നടന്നാൽ മതിന്നേ. കാലെല്ലാവർക്കും മോസ്റ്റ് പെയിനാന്നാണ് ഗൈസ് പറയുന്നത്. അതേ നമ്മൾ താഴേക്ക് നടക്കുകയാണ്. അപ്പം നമ്മൾ വാട്ടാമേളൻ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. വാട്ടർമെലനൊക്കെ ഇത് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതെടുക്കാനാണോ? എടുക്കാനാ? ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിരിക്കും നല്ലത്. 3 അടിച്ചിട്ടേ അയാൾ ഫുഡ് കഴിക്കാൻ പോയോ? വാട്ടർമെലൻ എടുക്കണം. നല്ല മധുരം ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഫുഡ് കഴിക്കണം നോക്കണേ. അല്ല അല്ലേ? കഴിച്ചിട്ട് നമുക്ക് ഇപ്പം ഇതൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള റേറ്റിംഗാണ്. അത് കഴിക്കാം. ഗായ്സ്, നമ്മളിന്ന് ചോറ് കഞ്ഞിയാണ് കുടിക്കാൻ പോകുന്നത്. എന്താണെന്ന്? ചോറ് കഞ്ഞി. കഴുകണോ? ഓക്കെ. ഇവിടുന്ന് കഴുകാറുണ്ടല്ലോ. രാത്രി എപ്പോഴേക്കും വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അല്ലേ അമ്മേ? വലിയ തണുപ്പൊന്നുമില്ല, തുള്ളി തണുപ്പുള്ളൂ കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. പാത്രത്തിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഗൈസ്. ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. പാത്രം ഒന്നുകൂടി കഴുകാതെ നമ്മളെങ്ങനെയല്ലേ കഴിക്കുക? അല്ലേ? പാത്രം നന്നായിട്ട് കഴുകട്ടെ കേട്ടോ. അകത്തുനിന്ന് കഴുകിയല്ലോ. എന്നാൽ ഗൈസ്, പാത്രം കഴുകി എടുത്തിരിക്കുകയാണ്. വൃത്തിയില്ലാത്ത പാത്രമായിരുന്നു. അപ്പം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഗാനമേള. പാപ്പനു പനി പിടിത്താ. അതന്നെ, ഡാൻസ് കൂടി തത്തത്തിരക്കട നോമ്പത്തിരക്കടാ. ഗൈസ്, പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് തവി ഇതാ. അമ്മ ഒരു ഭാഗം കഞ്ഞി മതി കേട്ടോ. ഒറ്റ ഭാഗം കഞ്ഞി മതിയേ. ക്യാമറയ്ക്ക് ചാർജും കുറഞ്ഞു വരുന്നുണ്ട് ഗൈസേ. മതി. എനിക്ക് അയ്യോ ഉണ്ടതേ വെള്ളത്തിലാവുന്നുണ്ടോ? എവിടെ എൻ്റെ പാത്രം? എന്തി? ഇതാ നിൻ്റെ പാത്രം. ഇതെൻ്റെ പാത്രം. അതെ, എനിക്ക് ഇന്നലെ 2 തവി ഇട്ടത്. മീൻകറി എടുത്തില്ല. മീൻകറി ഇതാന്ന് തോന്നുന്നു. ഇതന്നെ. മുകളിലേക്ക് ഇടുന്ന ഇഷ്ടം കേട്ടോ. ചൂടി കറി ഇട്ടേ. ഓക്കെ, അമ്മയ്ക്ക് ഇടണോ? വേണ്ടത്. ഇത് വേറെ എന്താ? ഇതെടുക്കരുത്. ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. കാരണം മധുരമുണ്ട്. എനിക്ക് ശരിക്കും മാമ്പഴപ്പുളിശ്ശേരി പോലെ തോന്നി. വെച്ചിട്ട് വിട്ടോ എനിക്കത് ഇഷ്ടമായി. തല ഇഷ്ടമല്ല? എന്നാ എടുക്ക. ഞാൻ തല എടുത്തോ, ഞാൻ എൻ്റെ പീസ് തരാം. അപ്പൊ ഞാൻ കുഞ്ഞു സൗണ്ടിൽ പാടാം.
പാട്ടിന് ശേഷം ഫുഡ് കഴിക്കാം. അയ്യോ മമ്മ കടിച്ച് തുപ്പിൻ്റെയൊക്കെ എത്തുണ്ട് കേട്ടോ. ഉപ്പ ഉണ്ടല്ലോ. അപ്പം മീനില്ലാത്ത മീൻകറിയിൽ നമുക്ക് നോക്കിയ ഗൈസ്, ഇനി കഞ്ഞിയാണ് നമ്മുടെ ഉച്ചക്കത്തെ സെയിം കറി തന്നെ. ഇനി ഡ്രസ്സിൻ്റെ കൈ കാരണം കണ്ടില്ല, ഭയങ്കര അവസ്ഥയാണ്. കണ്ടോ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ വരും, അതൊരു വിഷയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, വിശക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ, പക്ഷേ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ, ഡ്രസ്സിലല്ലേ ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ വീഴുന്നൊന്നും ഇഷ്ടമല്ല ഗൈസ്. അങ്ങനത്തെ ഒരു വിഷയം കൂടെ ഉണ്ട് അല്ലേ അമ്മ? ഫുഡ് മേത്ത് വലിച്ച് കഴിക്കുന്നൊക്കെ കണ്ടോ, തിരുമ്പ് ഇതുപോലെ വായനൊക്കെ എടുത്തറിയണം. ഇതേപോലത്തെ മുള്ളൊക്കെ അല്ലേ അമ്മ? സത്യം പറഞ്ഞാൽ മീനിൻ്റെ മുള്ളൊന്നും ഇങ്ങനെ കളയാൻ പാടില്ല കേട്ടോ. മീനിൻ്റെ മാത്രമല്ല, ചിക്കൻ്റെ എല്ല് നമ്മൾ ചവച്ചരച്ച് ജ്യൂസാക്കി ഇറക്കണം. കാരണം ആ എല്ല് മുള്ളൊക്കെയാണ് നമുക്ക് പിന്നെ ശക്തി തരുന്നത്. കാര്യം കഴിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല, പക്ഷെ നമ്മളത് കടിച്ച് ചവച്ച് തിന്നണം. അതാണ് ഈ ഒരു വാസ്തവം. അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണ് ഗൈസേ. നോക്കിട്ടോ അല്ലേ? ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് നമ്മൾ ഫ്രഷൊക്കെ ഒന്നായി ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴിക്കൊന്ന് റെഡിയായി അല്ലേ? ഇനി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗായ്സേ. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം നാളെ വൈകുന്നേരം നമ്മുടെ കലാജാഥ തുടങ്ങാൻ വേണ്ടി പോകണം. ഞാൻ പറഞ്ഞിരുന്ന ഗായ്സിനോട് ഇല്ലാന്ന് തോന്നുന്നു. നാളെ വൈകുന്നേരമാണ്. അപ്പോൾ നാളത്തെ കഴിഞ്ഞാന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുന്നത് നാളെ വൈകുന്നേരം കലാജാഥേൻ്റെ തുടക്കം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അത് തുടങ്ങി നാളെ തുടങ്ങും. പിന്നെ നാളത്തെ കഴിഞ്ഞ് മുതൽ ഓരോരോ സ്ഥലങ്ങളിൽ, വയനാട് ഓവറോൾ എല്ലാ സ്ഥലങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. പുതിയ സ്ഥലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 ദിവസമായിരുന്നു. ഇത് നോക്കുമ്പോൾ ഇന്ന് നാളെയും കൂടി കൂട്ടി 10 ദിവസമാണ് നമ്മൾ കലാജാഥ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കലാജാഥേൻ്റെ വ്ളോഗ് ഓൺവേ വരുന്നതാണ് അല്ലേ മമ്മേ? ഞങ്ങൾ നേരെ കട്ടിലേക്ക് ചായാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ലവ് യു ലോട്ട് ഗൈസ്. എല്ലാവർക്കും ഉമ്മ ഞങ്ങൾ പറയുവാണ് അല്ലേ മമ്മേ? ഞങ്ങൾ നൈസിലൊന്ന് ഉറങ്ങട്ടെ, നല്ല ഓർഗക്ഷനുണ്ട്. മോസ്റ്റ് ആയിട്ട് നാളെ കട്ട പ്രാക്ടീസും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം, ലവ് യു ഗൈസ്. അപ്പം കേട്ടോ സ്ട്രീറ്റ് ലൈറ്റാന്ന് തോന്നുന്നേ. അപ്പോൾ ഞങ്ങളിന്ന് ഉറങ്ങട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ കലാജാഥ വ്ളോഗ് വഴി ഞങ്ങൾ വരും. ബൈ.